യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപമകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഉപമകളിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുസരണത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുവാനും പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ കടുകുമണിയുടെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഈ ഉപമയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കടുകുമണിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: കടുകിൻ്റെ വിത്തുകളിൽ ഏറ്റവും ചെറിയ വിത്താണ്. എന്നാൽ അത് മണ്ണിലിട്ട് മുളപ്പിച്ച് കഴിയുമ്പോൾ, അത് മുളച്ച് കഴിയുമ്പോൾ അതൊരു മരമായി തീരുകയും അതൊരു വലിയ മരമായി തീരുകയും അതിൻ്റെ ശാഖകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാൻ കഴിയുകയും ചെയ്യുന്നു. ഇതാണ് ഉപമ. അപ്പം എന്താണ് ഈ ഉപമയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമതായിട്ട്, ഈ കടുകിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വിത്തുകളിൽ ഒന്നാണ്. കർത്താവിൻ്റെ നാട്ടിലെ അന്നത്തെ ഒരു പശ്ചാത്തലം നോക്കിയാൽ, അന്നത്തെ ഒരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ അകത്ത് ഏറ്റവും ചെറുതിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഈ കടുക് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, യഹൂദ റബ്ബിമാർ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇങ്ങനെ പറയുകയെന്ന് വിചാരിക്കുക: നിന്നിൽ കടുകുമണിയോളം പാപമുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്, നിന്നിൽ കടുകുമണിയോളം പാപമുണ്ട്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടുകുമണിയോളം ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ യഹൂദ റബ്ബിമാർ അർത്ഥമാക്കിയിരുന്നത് വളരെ കുറച്ച് അളവിൽ നിന്റെ ജീവിതത്തിൽ പാപമുണ്ട്. അപ്പോൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലും ഈശോയും പറയുന്നുണ്ട്, ആ കടുകുമണിയോളം എന്നുള്ള വാക്ക് ആ നാട്ടിൽ ഏറ്റവും ചെറുതിന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. അത്രയും നമ്മൾ അർത്ഥമാക്കിയാൽ മതി. അപ്പോൾ എന്താണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഞാൻ നേരത്തെ ഒരിക്കൽ പുളിമാവിൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ചെറുതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: ചെറിയ കാര്യങ്ങളെ നിങ്ങൾ അവഗണിച്ച് കളയരുത്. ചെറിയ ഒരു പ്രാർത്ഥന, അതായത് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് ഒരു ജപമാല ചൊല്ലുന്നത് മനുഷ്യൻ്റെ നോട്ടത്തിൽ ഒരു ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ നോട്ടത്തിൽ അതത്ര ചെറിയ കാര്യം അല്ല. അടുക്കളയിലെ ജോലി തിരക്കിൻ്റെ ഇടയിൽ അടുപ്പിൽ കിടന്ന് ചോറ് വേകുന്ന സമയത്ത്, അരി തിളയ്ക്കുന്ന സമയത്ത് ഒരു വീട്ടമ്മ അല്പം അരികിലേക്ക്, ഒരു കസേരയിലേക്ക് മാറിയിരുന്ന് ഒരു കരുണക്കൊന്ത ചൊല്ലുന്നത് ചെറിയ കാര്യമാണെന്ന് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തോന്നിയാലും ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യങ്ങളാണ് പിന്നീട് വലിയ കാര്യമായി മാറുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ശാലോം TV ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശാലോം TV എന്ന് പറയുന്നത് ആദ്യം ഒരു കടുകുമണിയായിരുന്നു. വളരെ ചെറിയ ഒരു വിത്തായിരുന്നു. ഏതാനും ചെറുപ്പക്കാർ കൂടി ഒരു വാടക മുറിയിലിരുന്ന് ഒരു പാവിരിച്ചിട്ടിരുന്ന് ഒരു ഗ്ലോബ് എടുത്ത് വെച്ച് അതിൽ പ്രാർത്ഥിച്ച്, പലപ്പോഴും കറണ്ട് ഇല്ലാത്ത കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഒരു കുഗ്രാമത്തിലിരുന്ന്, ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലത്തിരുന്ന്, ആരാലും അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ലോകം മുഴുവനിലും സുവിശേഷം എത്തിക്കുവാൻ ഞങ്ങളെയും ഉപകരണമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച 4-5 ചെറുപ്പക്കാർ. എനിക്കുറപ്പാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ ആരും തന്നെ ഇത് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്ന ഒരു ശുശ്രൂഷയായി മാറുമെന്ന് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല അവരന്ന് അത് ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. പക്ഷെ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുന്നതിൽ ഞങ്ങളെയും കൂടെ പങ്കാളിയാക്കി മാറ്റണമേ. അപ്പോൾ ആദ്യം തുടങ്ങിയത് ശാലോം മാസികയാണ്. ശാലോം മാസിക തുടങ്ങിയപ്പോഴാകട്ടെ അതിൻ്റെ സർക്കുലേഷൻ, അതായത് അത് അധികം പേര് വാങ്ങിക്കുന്നില്ല അന്നത്തെ അവസ്ഥയിൽ. അപ്പം ചെറിയൊരു കടുകുമണിയാണ്. പക്ഷെ പിന്നീട് അത് ഒരുപാട് ആളുകൾ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ശാലോം മാസിക പടർന്ന് പന്തലിച്ചു. പിന്നീട് പ്രിയപ്പെട്ടവരെ, ശാലോം പത്രം കടന്നു വരുന്നു. അതിനുശേഷം കാലത്തിൻ്റെ പൂർണ്ണതയിൽ ശാലോം ടെലിവിഷൻ മലയാളം ചാനൽ കടന്നു വരുന്നു. അത് ലോകത്തിലെ മുഴുവൻ മലയാളികൾക്കും ഒരു അനുഗ്രഹമായി മാറത്തക്കവണ്ണം ആ കടുകുമണിയെ ദൈവം എടുത്ത് ഉപയോഗിക്കുക. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ശാലോം TV തുടങ്ങുന്നതിന് മുമ്പ് ശാലോം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഏഷ്യാനെറ്റ് ചാനലിൻ്റെ അകത്ത് അരമണിക്കൂർ മാത്രം നീളുന്നൊരു പ്രോഗ്രാം അവർ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചെറിയൊരു കടുകാണ്, ചെറിയൊരു കടുകിൻ്റെ വിത്താണ്. പക്ഷേ അത് പിന്നീട് വളർന്ന് വലുതാകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. പിന്നീട് ശാലോമിൻ്റെ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങുന്നു. ലോകത്തിൽ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് അത് മാറുകയാണ്.
ഇപ്പം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു, കടുകുമണി പോലെയാണ് തുടങ്ങുന്നതെങ്കിലും ഒരിക്കലും അതിനെ നീ അവഗണിച്ച് കളയരുത്. ഒരു ചെറിയ പ്രാർത്ഥനയാണ് നീ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് നീ അതിനെ അവഗണിച്ച് കളയരുത്. ഒരു എത്രയും ദയുള്ള മാതാവ് എന്നുള്ളൊരു കുഞ്ഞു പ്രാർത്ഥന ചൊല്ലുന്നതിനെ അവഗണിച്ച് കളയരുത്. ബൈബിളിലെ ഒരു അധ്യായം വായിക്കുന്നതിനെ അവഗണിച്ച് കളയരുത്. യേശുവേ എന്നൊന്ന് ഇടയ്ക്ക് വിളിക്കുന്നതിനെ നീ അവഗണിച്ച് കളയരുത്. അതൊരു കടുകുമണി പോലെ തോന്നുന്നു, പക്ഷെ അത് വലുതാകും. ഫ്രാൻസിസ് അസീസി കർത്താവിൻ്റെ വിളി കേട്ടുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ചെറിയ കടുകുമണിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരും കൂടെ കൂടി. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കപ്പൂച്ചൻ സഭ എന്ന് പറയുന്ന സഭ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കാൻ, ലോകത്തിലെ ഏത് രാജ്യത്ത് ഇന്നാലും എനിക്ക് തോന്നുന്നു കപ്പൂച്ചൻ വൈദികരെ കാണാനായിട്ട് സാധിക്കുന്നു. അത്ഭുതകരമാണ് അതിൻ്റെ വളർച്ച. സുവിശേഷത്തിന് വേണ്ടി ഫ്രാൻസിസ് അന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കടുകുമണി പോലെയായിരുന്നു, പക്ഷെ പിന്നീട് അത് വളർന്ന് വലുതാകുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ്, ഒരു സമരം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ ആരുടെ അടിമകളായിരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു സമരം പിന്നീട് ആളിപ്പടർന്ന് ഇന്ത്യ മുഴുവൻ അത് പടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിലേക്ക് അത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം മുഴുവൻ വ്യാപിക്കുകയാണ്. അപ്പോൾ ആത്മീയ ജീവിതം ഇങ്ങനെയാണ്, ചെറിയ രീതിയിൽ തുടങ്ങുന്നു, അത് വളർന്ന് വലുതാകുന്നു. വിശുദ്ധിയും ചെറിയ രീതിയിൽ ആരംഭിക്കുന്നു, വിശുദ്ധിയിൽ വളർച്ചയുണ്ടാകുന്നു. ചെറുതായിട്ട് എളിമപ്പെടാൻ തുടങ്ങുന്നു, എളിമയിൽ വളർച്ചയുണ്ടാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ചെറിയ രീതിയിൽ ആരംഭിക്കുന്നു, പിന്നീട് അതിൽ വളർച്ചയുണ്ടാകുന്നു. സ്നേഹവും കരുണയും അഭിഷേകവും പരിശുദ്ധാത്മ നിറവും ശുശ്രൂഷകളും എല്ലാം ചെറിയ രീതിയിൽ ആരംഭിക്കുന്നു, പിന്നീട് അത് വളർന്ന് വലുതാകുകയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ടെലിവിഷനിലൂടെ പ്രസംഗിക്കുകയാണ്. പക്ഷേ 1994-95 കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ, ഞാൻ ജോലി ചെയ്തിരുന്ന ബെൻസിഗർ ആശുപത്രിയിൽ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ അകത്ത് ഏതാനും ചില 7-8 വ്യക്തികൾ മാത്രം വരുന്ന ഒരു ഗ്രൂപ്പിൽ ദൈവവചനം പങ്കുവയ്ക്കുന്ന 15 മിനിറ്റ് നേരം മാത്രം ദൈവവചനം പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 7-8 വ്യക്തികളുടെ മുമ്പിലാണ് അന്ന് കർത്താവ് എന്നെ നിർത്തിയത്. അതൊരു ചെറിയ കടുകുമണിയായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ കാണുക, എത്രയോ വ്യക്തികളിലേക്ക് ടെലിവിഷനിലൂടെ ഇന്ന് വചനമെത്തുന്നു. അപ്പോൾ ഇതാണ് ദൈവം ചെറിയ രീതിയിൽ നമ്മളിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടരുത് എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാണ്, ആദ്യം ഇല, പിന്നെ കതിർ, പിന്നീട് ധാന്യമണികൾ, അങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആദ്യം ഇല, പിന്നെ കതിർ, പിന്നീട് ധാന്യമണികൾ. ഇതാണ് ഒരു ചെടിയുടെ ഓർഡർ. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്കതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ പഴം പറിച്ച് തിന്നാൻ പറ്റുകയില്ല. ഈശോ പഠിപ്പിക്കുകയാണ്, ആദ്യം ഇല, പിന്നെ കതിർ, പിന്നീട് കതിരിൽ ധാന്യമണികൾ. ഇതാണ് ഭൂമിയുടെ പോലും ക്രമം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ഈശോയുടെ ശിഷ്യന്മാർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷമമുണ്ടായി കാണും. കാരണം ആദ്യം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ച് ജനക്കൂട്ടമൊക്കെ വന്നപ്പോൾ നല്ല ത്രില്ലായിരുന്നു, കൊള്ളാം, ഈശോയുടെ കൂടെ പോകാൻ കൊള്ളാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പ് കൂടിക്കൂടി വന്നപ്പോൾ മരിച്ചു പോകുമെന്ന് പോലും അവർക്ക് ഭയമുണ്ടായി. ഈ സമയത്ത് കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഈ കടുകുമണി വളർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു പരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. 2 കിലോ ഭാരമുള്ള ഒരു ഇരുമ്പ് കട്ടി മുകളിൽ നിന്നും ഒരു ചരടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. 2 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ടിയാണ്, അതൊരു ചരടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ കുപ്പി കടയ്ക്കുന്ന കോർക്ക് കൊണ്ടുള്ള അടപ്പില്ലേ, കോർക്കിൻ്റെ അടപ്പ്, അങ്ങനത്തെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു കോർക്കും ചരടിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. എന്ത് ചിന്തിച്ചു നോക്കി, 2 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, ഒട്ടും ഭാരമില്ലാത്ത നമ്മുടെ ചെറിയൊരു കോർക്കിൻ്റെ കഷ്ണം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. എന്നിട്ട് ഈ കോർക്ക് ഇവർ ഈ ഇരുമ്പിലേക്ക് ആഞ്ഞ് തള്ളിവിടുകയാണ്. ആ ചരട് കോർക്ക് അങ്ങോട്ട് ആഞ്ഞ് തള്ളിവിടുകയാണ്. അപ്പോൾ ഈ ചരടിൽ തൂങ്ങിക്കിടക്കുന്ന പാവം കോർക്ക് വന്ന് 2 കിലോ ഭാരമുള്ള ഇരുമ്പിനെ വന്ന് തള്ളുകയാണ്. എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ പറയും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ ധാരണ തെറ്റാണ്. ആദ്യം ഒന്നും സംഭവിക്കത്തില്ല. ഒന്നാമത് കോർക്ക് വന്ന് അടിക്കുന്നു, ഇരുമ്പ് അനങ്ങത്തില്ല. 2 കിലോ ഭാരമുള്ള ഇരുമ്പ് അവിടെ തന്നെ കിടക്കും. വീണ്ടും നമ്മൾ തള്ളിവിടുന്നു, ഈ ഭാരമില്ലാത്ത കോർക്ക് വന്ന് ഇരുമ്പ് കട്ടയിൽ അടിക്കുന്നു, ഇരുമ്പ് അനങ്ങത്തില്ല. വീണ്ടും കോർക്കിനെ തള്ളിവിടുന്നു, ഇരുമ്പ് അനങ്ങത്തില്ല. ഒരു 10 പ്രാവശ്യം ആകുമ്പോഴും ഇരുമ്പിന് യാതൊരു ചലനവുമില്ല.
പക്ഷെ ഒരു 20 പ്രാവശ്യമാകുമ്പോൾ 2 കിലോ ഭാരമുള്ള ആ ഇരുമ്പ് കട്ടിക്ക് വൈബ്രേഷൻ നടക്കാൻ തുടങ്ങുന്നു. അത് പതുക്കെ പതുക്കെ അനങ്ങാൻ തുടങ്ങുന്നു. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. 25, 30, 50 ആകുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ 2 കിലോ ഭാരമുള്ള ഇരുമ്പിൻ്റെ കട്ടി ആടാൻ തുടങ്ങുന്നു. ഒരു 100 തവണയായി കഴിയുമ്പോൾ ഈ 2 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ടി ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ഇടത്തോട്ടും വലത്തോട്ടും ആടാൻ തുടങ്ങുന്നു, ചലിക്കാൻ തുടങ്ങുന്നു. അത്ഭുതകരമായ ഒരു പരീക്ഷണമാണ്. വീണ്ടും ശാസ്ത്രജ്ഞന്മാർ ഈ കോർക്ക് മാറ്റിയിട്ട് നമ്മുടെ കടലാസ് കൊണ്ടുള്ള ബോളുകൾ, കുഞ്ഞു കുഞ്ഞ് കടലാസിൻ്റെ ഉണ്ട പോലത്തെ ബോൾസ് ഉണ്ടാക്കി കെട്ടിത്തൂക്കിയിട്ടിട്ട് നൂലിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഈ പേപ്പർ കഷ്ണം കൊണ്ട് 2 കിലോയുള്ള ഇരുമ്പിൻ്റെ പുറത്ത് ആഞ്ഞാഞ്ഞ് തള്ളിവിടാൻ തുടങ്ങി. ആദ്യം ഒരനക്കവും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇരുമ്പ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ 2 കിലോ ഭാരമുള്ള ഇരുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്തു നോക്കാം. എന്താണ് ഈ ശാസ്ത്ര പരീക്ഷണം നമ്മളെ പഠിപ്പിക്കുന്നത്? കണ്ടോ, ഒറ്റ നോട്ടത്തിൽ നമുക്കിത് അത്ഭുതമാണ്. 2 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ടിയെ ഒരു ചെറിയ കടലാസ് കഷ്ണം കൊണ്ടുള്ള ബോൾ, ഒരു ചെറിയ ഗോളം ഉണ്ടാക്കിയിട്ട് തള്ളിവിട്ടാൽ അനങ്ങാൻ പറ്റുമോ? അനങ്ങാൻ പറ്റുമെന്ന് മാത്രമല്ല, നന്നായിട്ട് ചലിക്കുന്നു. അപ്പോൾ ആദ്യം ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പിന്നീട് 2 കിലോ ഭാരമുള്ള ഇരുമ്പിനെ അത് ചലിപ്പിക്കാൻ തുടങ്ങുകയാണ്. കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ ഇരുമ്പ് ചലിക്കാൻ തുടങ്ങുകയാണ്. വലിയൊരു സത്യമാണിത്. ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം പതുക്കെ പതുക്കെ എന്നിലും നിങ്ങളിലുമുള്ള അന്ധകാരത്തിൻ്റെ സാമ്രാജ്യത്തെ കീഴടക്കുന്നു. ആദ്യം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നിയാലും പതുക്കെ പതുക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ സാത്താൻ്റെ ആധിപത്യം അവസാനിക്കാൻ തുടങ്ങുന്നു. സാത്താൻ്റെ പ്രവർത്തനം തകരാൻ തുടങ്ങുന്നു. പാപത്തിൻ്റെ പിടുത്തം വിട്ടുപോകാൻ തുടങ്ങുന്നു. ചിലന്തി വലകൾ നമ്മുടെ ഉള്ളിൽ പൊട്ടിമാറാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നു. കെട്ടുകൾ അഴിയുന്നു. ഇരുമ്പ് ചങ്ങലകൾ പൊട്ടി വീഴുന്നു. അഭിഷേകം നമ്മളിൽ കത്തിപ്പടരാൻ തുടങ്ങുന്നു. ദൈവിക സ്വഭാവം നമ്മളിൽ വളരാൻ തുടങ്ങുന്നു. 2 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ടികൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന പല പാപങ്ങളെയും തീരെ ചെറുതെന്ന് തോന്നിയ ഈ കൃപയുടെ കോർക്ക് കഷ്ണം തള്ളി മാറ്റുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പം അതാണ് പറയുന്നത്, ഈ കടുകുമണി തീരെ ചെറുതാണ്, പക്ഷേ അത് വലിയ ഒരു പ്രവൃത്തി ചെയ്യാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അവഗണിച്ച് കളയരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ബ്രദറെ 1993 ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയ സമയത്ത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞ ഒരു വചനം, ഒരൊറ്റ വചനം, ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം. ഈ ഒരൊറ്റ വചനമാണ് ബ്രദറെ എന്നെ സ്പർശിച്ച് മാനസാന്തരപ്പെടുത്തിയത്. കേട്ടാൽ എന്തെങ്കിലും ഉണ്ടോ? ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം. ഒരു കുഞ്ഞു വചനമാണ്. പക്ഷെ ഈ വചനം ഒരു പാപിയായ മനുഷ്യൻ്റെ, തകർന്നു പോയ മനുഷ്യൻ്റെ, തനിക്ക് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് മദ്യപാനത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ്റെ, തന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ലഹരി പദാർത്ഥങ്ങളിലും വ്യഭിചാരത്തിലുമൊക്കെ അകപ്പെട്ടു പോയ ഒരു പാവം മനുഷ്യനെ മോചിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. കണ്ടാൽ ഒരു കടുകുമണിയോളം അത്രയേ ഉള്ളൂ, പക്ഷേ ഒരു വലിയ പ്രവൃത്തി ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് കടുകുമണിയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയേ, ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു കടുകുമണിയായിട്ട് തന്നെയാണ് വന്നത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ജനിച്ചതുപോലെ ഒരു കുഞ്ഞായിട്ട്, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈശോയും ആദ്യം. ഒറ്റ കോശം, ഒറ്റ സെല്ല്. അതിനുശേഷം 9 മാസം കൊണ്ട് പതുക്കെ 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 വളർന്നു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗർഭസ്ഥ ശിശുവാകുന്നു. 9 മാസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ച് ലോകത്തിന് നൽകുന്നു. അപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സാധാരണ കുട്ടിയായിട്ട് തന്നെ കരയുന്നു, പാല് കുടിക്കാൻ വേണ്ടി കരയുന്നു. ഇത് തന്നെ കണ്ട എന്തെങ്കിലും തോന്നുമോ? ഈ കിഴക്ക് നിന്ന് വന്ന 3 ജ്ഞാനികൾ ഉണ്ണീശോയെ ആരാധിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു ചെറിയ കടുകുമണിയാണ്. ചുമ്മാ അവിടെ വെള്ള കീറ തുണിയിൽ, പഴയ തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ. പക്ഷേ അവരാ കടുകുമണി ആരായി തീരുമെന്ന് കണ്ടു. അതുകൊണ്ടാണ് സ്വർണവും മീറയും കുന്തിരിക്കവും ഈ കടുകുമണിയുടെ മുമ്പിൽ അവർ കാഴ്ചവെച്ചത്. അപ്പം ദൈവം പോലും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഒരു കടുകുമണിയായിട്ടാണ്. ഈശോയെ സാധാരണക്കാരനായ ഒരു കുഞ്ഞാട്ടാണ് കടന്നു വന്നത്. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ മുലപ്പാൽ കുടിക്കുന്നു, അമ്മയുടെ തോളത്ത് കിടന്നുറങ്ങുന്നു, രാത്രിയാകുമ്പോൾ കരയുന്നു.
പക്ഷെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എന്ത് സംഭവിച്ചു? കാലത്തിൻ്റെ പൂർണ്ണതയിൽ കുരിശുമരണം കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത കർത്താവ് ഇന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. കർത്താവ് ആത്മാവാണ്. കർത്താവ് മഹത്വം പ്രാപിച്ചിരിക്കുന്നു. ആ കടുകുമണി വലിയൊരു വൃക്ഷമായി മാറിയിരിക്കുന്നു. ആ കടുകുമണിയിൽ ഇന്ന് അനേക പക്ഷികൾ വന്നിരുന്ന് ആശ്വാസം കണ്ടെത്തുന്നു. ഒരു ശിശുവായി ജനിച്ച ഈശോ ഇന്ന് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് ആര് യേശുവെന്ന് വിളിച്ചാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നു. ആശ്വാസം കിട്ടുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായി ഒരു വടുവൃക്ഷമായി കോടിക്കണക്കിന് ജനങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ നാഥനായി ഇന്ന് കർത്താവ് മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇത് സഭയെപ്പറ്റിയും കൃത്യമാണ്. സഭയിലും ഇത് സംഭവിക്കണം. സഭ ഒരു വലിയ വൃക്ഷമായി മാറി ആകാശത്തിലെ പറവകൾക്ക് അഭയം കൊടുക്കുന്ന ഒരു മരം പോലെ ആയിരിക്കണം. ഒന്നാമതായി ഈ അഭയം കൊടുക്കുക എന്ന് പറയുമ്പോൾ പാപികൾക്കും തകർന്നു പോയവർക്കും ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർക്കും പിശാചിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയവർക്കും തഴക്ക ദോഷങ്ങളിൽ പെട്ടുപോയവർക്കും കർത്താവിൻ്റെ സഭ ഒരു അത്താണിയായിരിക്കണം. കർത്താവിൻ്റെ സഭ ആശ്രയമായിരിക്കണം. കർത്താവിൻ്റെ സഭ അഭയകേന്ദ്രമായിരിക്കണം. അതാ ദൈവം പറയുന്നത്. ആകാശത്തിലെ പറവകൾക്ക് എന്താ പ്രത്യേകത? ഈ പറവകൾ കുറേ ദൂരം പറന്നു കഴിയുമ്പോൾ കാല് കഴിക്കും. ചിറകുകൾക്ക് ശക്തി കെട്ടിട്ട് അല്പനേരം ഒന്ന് വിശ്രമിക്കണം, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അങ്ങനെ താഴേക്ക് നോക്കുമ്പോഴാണ് നല്ലൊരു മരം. ആ മരത്തിൽ വന്നിരിക്കുന്നു. വെയിലൊക്കെ അടിക്കാതെ തണലത്ത് വന്നിരുന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് വീണ്ടും പറക്കുന്നു. ഇതുപോലെ മനുഷ്യ ജീവിതം ആയുസ്സിൽ അത് മുന്നോട്ട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ തളർന്നു വീഴുന്ന മനുഷ്യന് ഒരു അത്താണിയായി തീരണം കർത്താവിൻ്റെ സഭയെന്ന് കർത്താവ് പഠിപ്പിക്കുക. ഒരു വലിയ വൃക്ഷമായി തീർന്ന് ആത്മാക്കൾക്ക് രക്ഷ കൊടുക്കുന്ന ഒരു കേന്ദ്രമായിരിക്കണം. ഒന്നാമതായി സഭ ഒരു ആശുപത്രി പോലെ ആയിരിക്കണം. ആശുപത്രിയുടെ പ്രത്യേകത എന്താ? നല്ലൊരു ആശുപത്രി, ഒരു വലിയൊരു ആശുപത്രി, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാ വിധത്തിലുള്ള ഡോക്ടർമാരുമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഉപകരണങ്ങളുണ്ട്, ICU ഉണ്ട്, CCU ഉണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസുമുള്ള ഒരു പടുകൂറ്റൻ ആശുപത്രി എന്ന് വിചാരിക്കുക. ആ ആശുപത്രിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഏത് രോഗി വന്നാലും അവർ രോഗം കണ്ടുപിടിക്കുകയും ആ രോഗത്തിനെ ചികിത്സിക്കുകയും രോഗിയെ അവർ സുഖപ്പെടുത്തുകയും ചെയ്യും. ഏത് രോഗി വന്നാലും അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് സുഖം പ്രാപിച്ച് ആരോഗ്യമുള്ള വ്യക്തിയായിട്ടാണ്. അത് കർത്താവിൻ്റെ സഭയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് ഇതാണ്. ഏത് ആത്മാവിൻ്റെ രോഗം ബാധിച്ചു വരുന്ന വ്യക്തി ആയിക്കോട്ടെ, എത്ര വലിയ പാപത്തിൽ കടന്നു വരുന്ന വ്യക്തി ആയിക്കോട്ടെ, സഭയിലെ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ അവൻ്റെ രോഗം ഭേദമാകണം. അവനിലേക്ക് ദൈവത്തിൻ്റെ കൃപയൊഴുകി വരണം. നമ്മുടെ ഞായറാഴ്ച കുർബാനകൾ കൃപയുടെ ശുശ്രൂഷകളായി മാറണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയും വിശുദ്ധ പാതിരി പിയോയും അർപ്പിച്ചിരുന്ന ദിവ്യബലികളിൽ കരിസ്മാറ്റിക് ധ്യാനമൊന്നുമല്ല കേട്ടോ, ഹല്ലേലൂയ വിളിയും കയ്യടിയും പാട്ടും ഒന്നുമില്ല. നമ്മുടെ സാധാരണ ലിറ്ററേച്ചർ തന്നെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ആ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തലേ ദിവസം തന്നെ ആളുകൾ വന്ന് ലോഡ്ജുകളിൽ താമസിക്കുമായിരുന്നു. കൃപയൊഴുകി വരുന്ന ഒരു കുർബാനയായിരുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാൻ തക്കവണ്ണം വടുവൃക്ഷമായി തീർന്ന കർത്താവിൻ്റെ ശുശ്രൂഷ. അപ്പം ഇതൊരു ആശുപത്രി പോലെയാണ്. അല്ലാതെ പാപികളെ പാപി എന്ന് വിളിച്ച് തള്ളിക്കളയുന്നൊരു സ്ഥലമല്ല. ഏതെങ്കിലും ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് രോഗമുണ്ട്, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് ആശുപത്രി പറയൂ. ഓ, നീ വയറ്റുവേദനയോട്ടാണ് വന്നിരിക്കുന്നത്, പൊയ്ക്കോ, ഇവിടെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളവരെ മതിയെന്ന് ഏതെങ്കിലും ആശുപത്രി പറയുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ആശുപത്രി തന്നെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് രോഗികൾ വരാൻ വേണ്ടിയിട്ടാണ്, അവരെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈശോ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ വിശുദ്ധർക്ക് വേണ്ടിയിട്ടല്ല, പാപികളായ മനുഷ്യർ കടന്നു വന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സഭയിലെ ഓരോ വചന ശുശ്രൂഷയും സൗഖ്യദായകമായിരിക്കണം. ട്യൂമറുകളെയും ക്യാൻസറുകളെയും വെട്ടിക്കളയുന്നതായിരിക്കണം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ആശുപത്രി പോലെ ആയിരിക്കണം. 2, കർത്താവിൻ്റെ സഭ ഒരു വലിയ വൃക്ഷമായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കുടുംബം പോലെ ആയിരിക്കണം കർത്താവിൻ്റെ സഭ. ഒരു വീട്, ഒരു കുടുംബം, അതിൻ്റെ പ്രത്യേകത എന്താ? അപ്പൻ്റെ സ്നേഹം കിട്ടുന്നു, അമ്മയുടെ സ്നേഹം കിട്ടുന്നു, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടുന്നു, വല്യമ്മച്ചിയുടെ സ്നേഹം കിട്ടുന്നു, വല്യപ്പച്ചൻ്റെ സ്നേഹം കിട്ടുന്നു, ആഹാരം കിട്ടുന്നു, പാർപ്പിടമുണ്ട്, വസ്ത്രമുണ്ട്, ഇതെല്ലാം ഉണ്ട്, കരുതലുണ്ട്, വേദനകളിൽ എല്ലാവരും കൂടെ താങ്ങിപ്പിടിക്കുന്നു. അപ്പോൾ ഒരു കുടുംബം പോലെയാണ് സഭയെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്.
എന്തൊരു വലിയ അർത്ഥമാണ്. ഇപ്പോൾ ഉദാഹരണം കത്തോലിക്ക സഭയിലേക്ക് നോക്കുക. പിതാവായ ദൈവമുണ്ട്, ദൈവത്തെ അബ്ബാ നമ്മൾ വിളിക്കുന്നു. നമുക്കൊരമ്മയുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെത്ത്. ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട്. ഫ്രാൻസിസ് അസീസി, കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ, ജോൺ ഓഫ് ദ ക്രോസ്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, എന്തുമാത്രം സഹോദരങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ നായ്ക്കമ്പറമ്പലച്ചൻ, പനക്കലച്ചൻ, വട്ടായലച്ചൻ, ഡൊമിനിക്കച്ചൻ, ശാലോം ശുശ്രൂഷകൾ, എന്തെല്ലാമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു സഭയെന്ന് പറയുന്നത് ഒരു കുടുംബം പോലെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടായിരിക്കണം. അതൊരു വൃക്ഷമായിരിക്കണം, ആകാശപ്പറവുകൾ ചേക്കേറണം. 3, സഭയെന്ന് പറയുന്നത് ഒരു സ്കൂള് പോലെ ആയിരിക്കണം. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ അവിടെ കടന്നു വരുന്നു, അവരെ അറിവുള്ളവർ പഠിപ്പിച്ച് മഹാന്മാരാക്കി മാറ്റുന്നു. സഭയിൽ ഇത് സംഭവിക്കണം. ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അറിയാത്ത മനുഷ്യർ കടന്നു വരുമ്പോൾ, വിജാതീയർ കടന്നു വരുമ്പോൾ, സഭയിലുള്ളവർ കടന്നു വരുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ അവരെ വളർത്തണം. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അവർ വളർത്തപ്പെടണം. അവർ മഹത്വമുള്ള വ്യക്തികളായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ഈശോയുടെ സഭ ഒരു സ്കൂള് പോലെയും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി ഈശോയുടെ സഭ ഒരു വർക്ക്ഷോപ്പ് പോലെ ആയിരിക്കണം. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്സിഡൻറ്റിൽ പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു കാർ കൊണ്ടുപോയി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് ആ കാർ പുറത്തിറങ്ങുമ്പോൾ നമ്മളിതിന് അത്ഭുതപ്പെടും. നല്ല പുതിയ പെയിൻ്റൊക്കെ അടിച്ച്, നല്ല പുതിയ ലൈറ്റൊക്കെ വെച്ച്, നല്ല പുത്തനൊരു കുട്ടപ്പൻ കാർ പുറത്തിറങ്ങുകയാണ്. നമ്മൾ നോക്കും, ദൈവം ഇത് നമ്മൾ കൊടുത്ത കാർ തന്നെയാണോ ഇത്? തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം അവർ അതിൻ്റെ ഷേപ്പ് മാറ്റി മനോഹരമാക്കി തരികയാണ്. ഇതുപോലെ പിശാചുമായിട്ടുള്ള കൂട്ടിമുട്ടലിൽ തകർന്ന് തരിപ്പണമായി പോയി ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തകർന്നു വരുന്ന മനുഷ്യരെ പുതിയതാക്കി മാറ്റുന്ന ഒരു ശുശ്രൂഷ സഭയിൽ ഉണ്ടായിരിക്കണം. ഇത് ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നത് ഇത് ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഈ ലോകത്തിലെ വിജാതീയർക്ക്, അന്യമതസ്ഥർക്ക്, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് എല്ലാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് തണൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം സഭ. അതിൻ്റെ തണലിൽ അവർ ചേക്കേറി. കിളികൾ വൃക്ഷത്തിൻ്റെ തണലിൽ ചേക്കേറി എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തണൽ, ദൈവത്തിൻ്റെ കുളിർത്തന്നൽ, ദൈവത്തിൻ്റെ ആശ്വാസം, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിക്കുവാൻ പറ്റണം പ്രിയപ്പെട്ടവരെ. ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു ശുശ്രൂഷ വലിയൊരു മരമായി മാറി ആശ്വാസം കണ്ടെത്താൻ. ഞാൻ ഓർക്കാറുണ്ട്, സഭ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? പാപം ഒരുപാട് വർദ്ധിക്കുമായിരുന്നു, ഉറപ്പാണ്. എത്രയോ കൊലപാതകികൾ, എത്രയോ അശുദ്ധ ജീവിതത്തിൽ വരുന്നവർ ശുശ്രൂഷകളിലൂടെ മാനസാന്തരപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എത്രയോ വാടക ഗുണ്ടകളായി നടന്നിരുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരുന്ന മനുഷ്യർ ദൈവത്തെ അറിയാതെ ജീവിച്ചവർ യേശുവിൻ്റെ സ്നേഹം കണ്ട് ഇന്ന് മാന്യമായിട്ട് ജീവിക്കുന്നു. എത്രയോ വ്യക്തികളെ എനിക്കറിയാം. ഞാൻ ഓർക്കാറുണ്ട്, സഭയില്ലായിരുന്നെങ്കിലോ? കാണുക, ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാൻ പറ്റുന്ന ഒരിടമായി തീരണം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ എല്ലാം ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറാൻ, അതായത് ആരോരുമില്ലാത്ത തകർന്നു പോയ പാപികൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക്, വേദനിക്കുന്നവർക്ക് ചേക്കേറാൻ പറ്റിയ ഒരിടമായി തീരണം എന്നുള്ളതാണ് ഈശോയുടെ സ്വപ്നം. അതുകൊണ്ട് കടുകുമണിയെ അവഗണിക്കരുത്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കരുത്. അത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി തീരുന്നു. കണ്ണുകളടയ്ക്കാം. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ. പതുക്കെ 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 ഒരു വാതിൽ 2 രീതിയിൽ തുറക്കാം. 1, ഒറ്റത്തള്ളിനൊരു വാതിൽ തുറക്കാം. 2, പതിയെ പതിയെയും ഒരു വാതിൽ തുറക്കാം. പതിയെ പതിയെ തുറക്കുന്നത് ചെറുതാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. ഇതുപോലെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുവാൻ, അതിലൂടെ അവിടുന്ന് എന്നെ എന്തോ വലിയ കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, വലിയ നന്മയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. സ്വർഗീയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.